ഇത് കമ്പോസിങ് നടക്കുമ്പോഴേ എൻ്റെ അനുജനാണ് രവീന്ദ്ര മാഷിന് തബല വായിക്കുന്ന ആ സമയത്ത് കമ്പോസിങ്. ഡയറക്ടറും എല്ലാവരും ഉണ്ട്, നസിപ്പിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ രവീന്ദ്ര മാഷ് പറഞ്ഞു, ഇങ്ങനെ ബാലമുരളി സാറിൻ്റെ പ്രഥമ ശിഷ്യനാണ് ഞാൻ ഇതിൽ രാജാവിന് വേണ്ടി പാടാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വരും, അദ്ദേഹത്തിന് ഒരു പൂമാല എടുക്കണം. അത് ചുമ്മാ ബിൽഡപ്പ്. അപ്പോൾ എൻ്റെ അനിയൻ ബാലമുരളി സാറിൻ്റെ ശിഷ്യനെ കാണാം. അവനിങ്ങനെ വെയിറ്റ് ചെയ്യുക. വന്നപ്പോൾ അത് ഞാനാ, അയ്യേ അണ്ണന് എന്നെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ഈ പാട്ട് എനിക്ക് പാടിച്ച് തന്നു മാഷ്, ഈ പ്രമദവനം. അപ്പോൾ അത് അസാധ്യം. ഞാൻ പറഞ്ഞു, മാഷ് ഇതൊന്നും ഒരു നിവൃത്തിയില്ല, ഇത് മാഷിന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ മറ്റേതും കൂടെ പറഞ്ഞു. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ, അത് തന്നെ ഇത്. അപ്പോൾ അടാ മോനെ ശരിയാ, പക്ഷേ അത് ആരും കേട്ടിട്ടില്ല, ഇതെല്ലാവരും കേൾക്കുവാടാ എന്ന് പറഞ്ഞു. അത് ആ വാക്ക് ഫലിച്ചു. എല്ലാം ലോകം മുഴുവൻ രവീന്ദ്ര മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ പാട്ടിട്ട് കേൾപ്പിച്ചാൽ അത് വേറെ ഒന്നും ഹരിമുരളി രവം വേണ്ട, ഒരു രവവും വേണ്ട, ഈ ഒരു പാട്ട് മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ് മനസ്സിലാവാൻ. പിന്നെ ദാസേട്ടൻ എന്ന് പറഞ്ഞൊരു സിംഹം, ആ സിംഹം വന്ന് പാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല. കാര്യം ഈ ഒരു ആ സമയത്ത് അണ്ണ ഇത് വൈകുന്നേരം ആ പാടുന്നത് ദാസേട്ടൻ, രാത്രിയിൽ ഈ നമ്മുടെ ആ ഒരു. അപ്പോൾ അത് ദാസേട്ടൻ പറഞ്ഞ്, എടാ മോനെ അത് നീ പാട്, നിൻ്റെ കൊച്ചു പോർഷനല്ലേ ഉള്ളൂ. ദാസേട്ടൻ ഇവിടെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇരിക്കേണ്ട ദാസേട്ടൻ, അത് ദാസേട്ടനെ പുറകെ ഇരിച്ചിട്ട് നമുക്ക് ഇന്ന് പാടുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ദാസേട്ടാ, അത് എടാ പാടടാ. അത് ഇവിടുന്ന് പറഞ്ഞ, എടാ രവി ഇതെടുക്ക്, നീ ഇവൻ്റെ എടുക്ക്, ശരത്തിൻ്റെ എടുക്ക്, എന്നിട്ട് ഞാൻ പാടാം. ഈ ചുമ്മാതെ അവിടെ ഊതാൻ വേണ്ടിയാ ദാസ. ഞാൻ പറഞ്ഞു, ദാസേട്ടാ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഞാൻ നേരെ അതിനകത്ത് കയറി നിൽക്കുക. ഒരു ഇതുണ്ട്, ഒരു കണ്ണാടി. ദാസേട്ടൻ ഇറങ്ങി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി. അതിൻ്റെ പുറകെ അവരെല്ലാം ഇറങ്ങി, മാഷും സമ്പത്ത് സാറും ഒക്കെ. ഞാൻ ഓടിപ്പോയി, മാഷെ ഒന്നിര ഇടമോനെ, ഇനി ഇതിനുള്ള സമയമല്ലടാ, ഇനി പോയി ഒന്ന് ഉഷാറാവണമെന്ന് ഞാൻ പറഞ്ഞു. അത് സമ്പത്ത് സാറ് പറഞ്ഞു, രവി അപ്പോൾ ഒരു ടേക്കിലെ പാടുறேன்னு சொல்கிறேன், വാ വന്ന് പാട്. ഞാൻ പറഞ്ഞു, ഒരു അവസരം താവില്ലെങ്കിൽ പിന്നെ ഒന്ന് പാടാമെന്ന്. ഞാൻ പോയി ഒറ്റ ടേക്കിൽ പാടിയതാണ് അത് ഓക്കെ. അതിന് രവീന്ദ്ര മാസ്റ്റർ ഇനി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നെ. അതൊക്കെ തന്നെ എനിക്ക് കിട്ടിയ ഓസ്കാർ എന്ന് പറയുന്നത് അല്ല സത്യം. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർക്കുക. അവിടെ അണ്ണനും ആ ഓർക്കസ്ട്രയും നമ്മുടെ സമ്പത്ത് അണ്ണനും കണ്ടക്ട് ചെയ്ത് ഒരു വികാരമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. അതൊക്കെ നമ്മളിതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വികാരം കൊണ്ട് വീർപ്പ് മുട്ടും. നീ സഹിക്കണം. സഹിക്കാമോ? സഹിക്കാം സാർ. ഇവിടെ അതൊക്കെ സഹിക്കുകയാണോ? അതൊക്കെ ഒരു സന്തോഷമല്ലേ? അതെ, നമ്മളും അറിയല്ലേ ഈ സ്റ്റോറീസ്. എന്തൊരു വൃത്തിയുടെ സ്വഭാവം. സൂപ്പർ സ്റ്റാർ.